എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രിയേറ്റിവിറ്റിയെ പറ്റിയും ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ പറ്റിയൊക്കെയാണ്. നമുക്കറിയാം, ഏത് മനുഷ്യൻ്റെയും സക്സസ്സിൽ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിൻ്റെയും വിജയത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ. സത്യത്തിൽ ഇതെന്താ സംഭവം? ഇതെല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മളിലൊക്കെ ഉള്ള ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ആദ്യം തന്നെ ഒരു കാര്യം നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത്, ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കണക്റ്റിംഗ് തിങ്സ് ആണ്. കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങളിത് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അത് വലിയ ഗംഭീരമായിട്ട് നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ കോമൺ സെൻസാണ് അപ്ലൈ ചെയ്തത്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് തോന്നി, അങ്ങനെ ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്തു നോക്കി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ ഫൗണ്ടറായിട്ടുള്ള സ്റ്റീവ് ജോബ്സ് പറഞ്ഞൊരു വാചകമുണ്ട്, അതിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. ക്രിയേറ്റിവിറ്റി ഈസ് ജസ്റ്റ് കണക്റ്റിംഗ് തിങ്സ്. കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞ ക്രിയേറ്റിവിറ്റി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും നമുക്ക് പല സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രിയേറ്റിവിറ്റി അഥവാ ക്രിയേറ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു 5 പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം. ഈ ക്രിയേറ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്ത ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മെയിൻ കാര്യത്തിലൊന്നാണ് അവർ ഡൈവേഴ്സിഫൈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യം. ഡൈവേഴ്സിഫൈ എക്സ്പീരിയൻസസ്. അവരെപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനും ശ്രമിക്കാറുണ്ട്. പുതിയ പുതിയ ആക്ടിവിറ്റീസിലേക്ക് എൻഗേജ് ചെയ്യും. നമ്മൾ പലർക്കും ഉള്ളൊരു കാര്യം, നമുക്ക് പരിചിതമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കും, പുതിയ ഏരിയയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കും. അപ്പോഴാണല്ലോ പല പുതിയ അവസരങ്ങൾ വീണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പല സാഹചര്യങ്ങളിലും പല സംസ്കാരത്തിൽ നിന്നും പല കാഴ്ചപ്പാടിൽ നിന്നുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഈ ഇൻട്രാക്ഷനിലൊക്കെ നമ്മൾ പോലും ചിന്തിക്കാതെ നിൽക്കുന്ന പല പേഴ്സ്പെക്റ്റീവുകളും നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ബി ക്യൂരിയസ്. ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതെന്താ അങ്ങനെ, എന്തായിരിക്കും എന്നൊക്കെ തോന്നുന്നൊരവസ്ഥ അതെപ്പോഴും ഉണ്ടാവുക. ഒരു ഇൻക്വിസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയും, ഒരു ഓപ്പൺ ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എന്ത് കാര്യത്തെപ്പറ്റിയും അറിയാനുള്ളൊരു ആകാംക്ഷയും ആ ക്യൂരിയോസിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾ ചോദിച്ച് പല കാര്യങ്ങളും ഡീപ്പായിട്ട് പോയിട്ട് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. തേർഡ് വൺ ഈസ് കൊളാബറേറ്റ്. പലരുമായിട്ട് സഹകരിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. മറ്റുള്ളവരുടെ ആശയങ്ങളും നമ്മുടെ ആശയങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് പലരുടെയും വ്യൂ പോയിൻറ്റുകൾ കിട്ടുക, ഫീഡ്ബാക്കുകൾ എടുക്കാൻ പറ്റുക, അതിൽ നിന്നാണ് പുതുമകൾ കണ്ടെത്താൻ പറ്റുക. അപ്പോൾ കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്നാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നത്. നാലാമത്തെ കാര്യം, പ്രാക്ടീസ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. ഈ ക്രിയേറ്റിവിറ്റി ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായി വരുന്നതല്ല, അതങ്ങ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഹാബിറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ അതിനെന്ത് വേണ്ടി വരും? കുറച്ച് സമയം ക്രിയേറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സിന് വേണ്ടി ദിവസവും മാറ്റുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് എവിടെ ഇരിക്കുമ്പോഴാണോ ക്രിയേറ്റിവിറ്റി കിട്ടുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും, ചിലർക്ക് ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിരിക്കുമ്പോഴാവും. അതെന്താണോ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും വർക്കൗട്ട് ആവുന്നത്. അതെന്താണോ ആ ഒരു എൻവയോൺമെൻറ്റ് സൃഷ്ടിച്ച് കുറച്ച് സമയം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദിവസവും മാറ്റുക എന്നുള്ളതാണ് അതിലൊന്നാമത്തെ കാര്യം. ആൻഡ് ഫൈനലി, ലേൺ ഫ്രം ഫെയിലിയർ. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. എല്ലാ കാര്യത്തിലും വിജയിച്ച ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പല അറ്റംപ്റ്റുകൾ നടത്തിയിട്ടാണ് പലരും സക്സസ്സിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ ഓരോ ഫെയിലിയറിനെയും ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ ലേണിംഗ് ആയിട്ട് കാണാൻ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾക്ക് സാധിക്കാറുണ്ട്. അവർ ആ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുകയല്ല ചെയ്യണം, അതിൽ ചില അവസരങ്ങൾ കണ്ടെത്തി അതിൽ നിന്ന് ബെറ്റർ ആവുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ സെറ്റ് ബാക്കുകളോ പ്രോബ്ലംസോ ഇഷ്യൂസോ ഒക്കെ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ആ ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, അതും ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും കുറച്ചും കൂടെ ഒരു ക്രിയേറ്റീവ് തിങ്കറായി മാറാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ക്രിയേറ്റീവായ ആളുകളും ക്രിയേറ്റീവായിട്ടുള്ള ഓർഗനൈസേഷൻസുമാണ് എപ്പോഴും വലിയ സക്സസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ പോയിൻറ്റുകൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത് നോക്കുക. താങ്ക് യു.